എൻ്റെ രസം നോക്കി. വാവ്, ഈ വഴി നോക്കിയാണ്. വാവ്, സൂപ്പർ കേട്ടോ. പ്ലാന്റേഷൻ അടവിലേക്കൂടെ ഫോക്ക് ആയിരുന്നു, നല്ല കിടിലം പോലത്തെ റോഡ്. എന്തായാലും ഇതൊക്കെ ബാഗൊക്കെ അയച്ചു വെച്ചിട്ട് ഒരു പേരത്ത് കൂടി വരണം കേട്ടോ. എനിക്കൊന്ന് കേരളം തോന്നില്ല കണ്ടിട്ട്, അതുകൊണ്ടായിരിക്കും ടാറിങ് ഇല്ലാതെ. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ റോഡാണ്. ഇതാണ് ഇവിടെ എൻട്രൻസ് കേട്ടോ. ഇവിടെ കൊണ്ട് 6 മണിക്ക് ശേഷം ഇവിടെ എൻട്രൻസിലേക്ക് അലോഡില്ല. അതെ അതെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ ഗേറ്റ്. എൻ്റെ ക്യാമറ മൊത്തം ഫോഗ് അടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 6 മണിക്ക് ശേഷം അലോഡില്ല. ആനിമൽസ്, വൈൽഡ് ആനിമൽസ് ഒക്കെ ഓടി കിടക്കുന്നുണ്ട്. ഇപ്പം ഭയങ്കര ഗേറ്റ് കേട്ടോ. അതെ, ഓക്കെ, താങ്ക് യു. നമ്മൾ വേറെ വണ്ടി വരുന്നുണ്ട്, അവർ 6 മണിക്കുള്ളിൽ എത്തും കേട്ടോ. ഒരു വണ്ടിയും കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ തന്നെ. അതെ, അവർ കാറിൽ വരുന്നുണ്ട്. ഓക്കോട്ടെ, ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് നീ? ഓക്കെ. ഹോ ഇപ്പം നമ്മൾ പോണത് കേട്ടോ, ഇത് സാധാരണ റോഡ് പോകുന്ന പോലെ തന്നെയാണ്. ഓഫ് റോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ രസമുള്ളൂ. ഇപ്പോൾ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതിനകത്ത് നമ്മൾ എന്ത് വാടാകൂടം കാണിച്ചാലും നമ്മളും അവരും തമ്മിലുള്ള ഡീലാക്കിയാൽ മതി. ഇത്ര ദിവസം വന്ന ഗവൺമെൻറ് അടുത്ത് ഡീലാക്കണമായിരുന്നു. ഡിവൈസ് ഫ്രീ സോണോ പഠിച്ചോനെ, അപ്പം നെറ്റൊന്നില്ലേ? ഡിവൈസ് ഫ്രീ സോണിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടോ. എൻ്റെ സ്വർഗം ഇതാട്ടോ, ഇതാണ് എൻ്റെ സ്വർഗം. ഓഫ് റോഡ്, ഒറ്റയ്ക്ക് ഓഫ് റോഡ്. ഏതെങ്കിലും കുന്നിൻ്റെ മണ്ടയിലൊക്കെ പോകാൻ വരുമോ? ഗെറ്റ് റെഡി ടു സ്വിച്ച് ഓഫ്. മലയാളത്തിൽ പറഞ്ഞ കവറേജ് ഉണ്ടാവുമെന്ന് അവർ നല്ല ഒരു ക്രിയേറ്റീവായിട്ട് അവർ പറഞ്ഞത്. ഇവിടെ കവറേജ് ഉണ്ടല്ലോ, അതാണ് അർത്ഥം. അവരത് കുറച്ച് ക്രിയേറ്റീവായിട്ട് പറഞ്ഞത്രേ ഉള്ളൂ. ഈ റിസോർട്ടിൽ വരുന്ന ആൾക്കാരാണ്. നിങ്ങൾ റിസോർട്ടിൽ താമസിച്ചാലില്ലെങ്കിലും ഇതുവഴി ട്രിപ്പ് അടിച്ചാൽ തന്നെ നിങ്ങളെ പൈസ മുതലായിട്ടോ. അത്രയും സെറ്റപ്പാണ്. ഇത്രയും വലിയൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, പ്രൈവറ്റ് റോഡ്, പ്രൈവറ്റ് ചുരം, ഇതൊക്കെ ചുരമായിട്ട് കൂട്ടിയാൽ മതി. പിന്നെ ഇവിടെയൊക്കെ വൈൽഡ് ആനിമൽസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൂടി ഞാൻ പറയാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വരും കേട്ടോ നമ്മൾ ഓപ്പോസിറ്റ്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ അവർ കറക്റ്റായിട്ട് പോവും. കാരണം അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർ നമ്മളോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, 6 മണിക്ക് ശേഷം എൻട്രി കിട്ടില്ല, കാരണം ഇവിടെ വൈൽഡ് ആനിമൽസ് ഉണ്ടാവുന്നുള്ളത്. ഇപ്പം തന്നെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ 3 കിലോമീറ്റർ ഇപ്പം ഞാൻ കണ്ടോ, ഞാനിപ്പോൾ എക്സാക്ട്ലി കാടിൻ്റെ നടുവിലുള്ളത്. അപ്പോൾ 3 കിലോമീറ്ററാണ് ഗേറ്റ് മുതൽ ഇവിടം വരെ നമുക്ക് ലെങ്ത് ഉള്ളത്. അപ്പം കാടിലെ ലോകത്ത് പ്ലാന്റേഷൻ. അപ്പം അതിനിടയിൽ ഇപ്പോൾ ഞാനിപ്പോൾ വീഴാൻ മറ്റോ ചെയ്ത് കഴിഞ്ഞാലോ ആരുമില്ല എടുക്കാനും വെക്കാനും. പിന്നെ ഇവർ നോക്കുമ്പോൾ ഒരുത്തനും അവിടെ നിന്ന് വന്ന് ഇത്ര സമയം എത്തില്ല എന്നൊന്നും ഇവർ തരാൻ വരും. അപ്പോൾ ചിലപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് ചിലപ്പോൾ കിട്ടും തന്നെ. ഓക്കെ, അങ്ങനെ റൂമിലെത്തി. ആക്ച്വലി അണ്ടർവെയർ നിൽക്കുന്നത്, പാൻറ്റൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് താഴോട്ട് കാണിക്കുന്നത്. അപ്പം ഇതൊക്കെ ഇവിടുത്തെ നമ്മളെ ഫോളോവേഴ്സാണ്. ഹൈ വേർഡോ, ഹലോ വേറെ. ഹലോ, ഞാൻ തൃശ്ശൂരാണ്, ഇവന് കണ്ണൂരാണ്, നമ്മൾ നെടുമ്പൂർ കേട്ടോ. ഇപ്പം വയനാടാണ്. വയനാട്ടിലെടി നീ? ഞാൻ ബത്തേരി. ഇവന് ഒരു 10 മാസമായി. ഇവ രണ്ടുള്ള 1 വർഷം കേട്ടോ. ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ വന്നു ഇവിടുത്തെ ലൈഫ്? എങ്ങനെ വന്നു? കുഴപ്പമില്ല, അടിപൊളി. മെയിനായിട്ട് ഗസ്റ്റുകൾ എങ്ങനത്തെ ഗസ്റ്റുകൾ വരുന്നത്? നമുക്കിവിടെ മലബാറിയൻസ് ആണ് കൂടുതൽ. മലയാളീസ് ഉണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, പിന്നെ കന്നഡ ഗസ്റ്റ് ഉണ്ട്, പിന്നെ ഫോറിൻ ഗസ്റ്റ് റയറാണ് നമുക്ക്, ലൈക്ക് സീസൺ അനുസരിച്ച്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പണിക്ക് ആളെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ മുതലാളിയോടൊന്ന് പറയാൻ അറിയോ, ശമ്പളം തരേണ്ട എന്നോടൊന്നും അറിയും. ആകെ വേണം നല്ല റൂമും നല്ല ഫുഡും പട്ടിപ്പണി എടുക്കാൻ. കാരണം നിങ്ങൾ കണ്ടോ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ റൂമിൻ്റെ ഒന്ന് നോക്കിയാ പുറത്തെ വ്യൂ ഉണ്ട്. നിങ്ങൾ എന്ത് രസമാണ് നോക്കിയേ, നോക്കിയാലേ അടിപൊളിയല്ലേ, നല്ല ഫീലല്ലേ. ഇതേ അപ്പുറത്ത് ആരെങ്കിലും അത് റൂം കാണിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ നീ ബ്രേസ്. ഇതിട്ടിട്ടാണ് ഞാനിങ്ങനെ ചട്ടയായിട്ടായിട്ട് നടക്കുന്നത് പോഡിൻ്റെ. പക്ഷേ കൂടിയത് മനസ്സിലാവും എത്ര പൈസ ഉണ്ടെന്നില്ല. ഹെൽമെറ്റ് വീടിൻ്റെ റൈഡിങ് കേസ് ഉണ്ട്. എമർജൻസി സിറ്റുവേഷൻ കഴിഞ്ഞുകൊണ്ട് എല്ലാം അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം.
സൂപ്പർ റൂമാണ്. പിന്നെ ഇവിടെ ഫാൻ ഉണ്ട്. ഫാൻ അവരോട് ഓഫാക്കാൻ പറ്റും, എനിക്ക് തണുപ്പ് ശരിയാത്തതുകൊണ്ട്. അതുപോലെ നമുക്ക് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓ സെറ്റപ്പ് വന്നിട്ടാ. സാധാരണ നമ്മൾ ഒരു ഹോട്ടലിലെ റൂം എടുത്ത് നമുക്ക് കിട്ടുന്ന റൂമില്ല, റൂമിൻ്റെ വലിപ്പമുണ്ട് ഇവിടുത്തെ ബാത്റൂം കേട്ടോ. അപ്പം ഇത്രയും കാണിക്കും ഞാൻ. താഴത്തെ അണ്ടർവെയറാണ് ഗായ്സ്. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളച്ചാട്ടത്തിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് ഗേ ആണെന്ന് തോന്നുന്നത്, പുള്ളി എന്തോ കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഗേ അല്ല കേട്ടോ. എനിക്ക് എൻ്റെ അണ്ടർവെയറും കാണിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു മടിയില്ല, കാരണം മനുഷ്യ ശരീരമല്ലേ, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇവർ വന്നപാട് നമുക്ക് തന്നതില്ല നിങ്ങൾ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് റിസോർട്ടിൽ നിന്ന് എനിക്ക് മാങ്ങ കിട്ടുന്നത്. 2 അടിപൊളി മാങ്ങ ടേസ്റ്റ് നോക്കാം. വളരെ മകൻ കേട്ടോ, നാടൻ മാങ്ങയാണ്. പിന്നെ പിള്ളേർ പറഞ്ഞു ജനലെപ്പോഴും പൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് പൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഹാപ്പി, നല്ല അടിപൊളി സൂപ്പർ സെറ്റപ്പാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു റിസോർട്ട് ആക്ച്വലി കുറച്ച് ലക്ഷറിയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മാറ്റങ്ങളാണ്. ഇപ്പോൾ ഈ ടവൽ, കുഞ്ഞ് ടവലുണ്ടത്, ഇത് സ്മെല്ലാം അറിയോ? പക്ഷേ ബാത്ത് ടവലാണ്, പക്ഷെ എന്നാലും ഭയങ്കര സ്മെല്ല്. അതുപോലെ തന്നെ ഇവിടെ ഇവർ നമുക്ക് തന്നതുണ്ടോ ഒരു മുളേൻ്റെ ഇതിൽ പഴവും മാങ്ങയൊക്കെയാണ്. എനിക്ക് മാങ്ങ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇവർ പോയിട്ട് ഒരു കവർ നിറച്ച് പിന്നെയും മാങ്ങ ഉണ്ട്. ഇത് മുഴുവൻ മാങ്ങയാണ്, മാങ്ങ ഉണർത്തുന്നുണ്ട്. പിന്നെ എവറി ഡീറ്റെയിൽ, ഓരോ ഡീറ്റെയിലും ഭയങ്കരമായിട്ട് ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൊമോഷൻ പറയുന്നില്ല, പ്രൊമോഷൻ എൻ്റെ റീലാണ്. നമ്മൾ ഇവരുമായിട്ട് കോൺട്രാക്ട് പ്രകാരം റീലാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഈ വ്ളോഗ് ഞാൻ വളരെ ജെന്യൂനായിട്ടാണ് പറയുന്നത്. ഞാൻ പോയതിൽ വെച്ചിട്ട്, ചെയ്തതിൽ വെച്ചിട്ട് ആസ് ഓഫ് നോ വൺ ഓഫ് മൈ ഫേവറേറ്റ്, വൺ ഓഫ് എന്നല്ല എൻ്റെ ഫേവറേറ്റിൽ നമ്പർ 1 ഒരു പക്ഷേ ഈ ഒരു റിസോർട്ടായിരിക്കും. എനിക്കതാ തോന്നുന്നു. ഞാൻ ഇവിടെ എൻട്രി ചെയ്തപോലെ ഈ ഒരു ടൈം വരെ ഞാൻ ഭയങ്കര പോസിറ്റീവാണ്. ഓരോ ഡീറ്റെയിലും ഇവർ അത്രയും ലക്ഷറിയിൽ ഇവർ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടോ. പിന്നെ ബാത്റൂമാണ്. ഇപ്പം ഞാൻ കയറിയിട്ട് ഇപ്പം ചെരുപ്പ്, ഇപ്പിനായിട്ട് ചെരുപ്പ് ഉണ്ടോ. സാധാരണ എല്ലാവരും വൈറ്റ് കളർ ചെരുപ്പിൻ്റെ കളറൊക്കെ മാറി കേട്ടോ. ഷാംപൂസിൻ്റെ ഒക്കെ ഇതൊക്കെ നിങ്ങൾ ഓക്കെ, ഷാമ്പൂ കാര്യങ്ങൾ നോക്കിയാൽ അത് ഓരോ സാധനങ്ങളും അവർ അത്രയും ലക്ഷറിയിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് വെച്ച്. ബോക്സ് ഉണ്ട് ഇവിടുത്തെ, ഇതുണ്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ വേറെ കാര്യം കാണിച്ചു തരാം. ഇത് എനിക്ക് തന്നെ ഹീറ്ററാണ്. ഹീറ്റർ ഓണാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ജേഴ്സിയൊക്കെ നനഞ്ഞല്ലോ, അപ്പോൾ അത് ഉണങ്ങാനിട്ടിട്ടുണ്ട്. ഹീറ്ററിൻ്റെ മുമ്പിൽ ഇട്ടിട്ട് ഇവിടെ നമ്മുടെ മറ്റേ ആ കോട്ടിൻ്റെ ചരടെടുത്തിട്ട് കെട്ടിയിട്ട് തൂക്കിയതാണ്. കാരണം നമുക്ക് വേറെ വഴിയിൽ ഉണങ്ങണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ നമ്മൾ ഇവർക്ക് വേണ്ടി ഇവിടെ നമ്മൾ ചിലപ്പം കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. എനിക്ക് തോന്നുന്നു ഇവർ 15-18 അങ്ങനെ ചാർജ് എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിൽ ആ കൊടുക്കുന്ന ഓരോ രൂപക്ക് നമുക്ക് വേർത്താം. ഇവിടെ ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ വരുമ്പോൾ പ്രായമായ ആൾക്കാരൊക്കെ വന്നിട്ട് റൂം എടുത്തിട്ട് അവരിങ്ങനെ നടന്ന് കളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം മൈൻഡും ഒക്കെ സെറ്റായിട്ടൊരു വേറെ തന്നെ ഒരു റിഫ്രഷ്മെൻറ്റ് മൂടാട്ടോ. ഞാനിപ്പോൾ ചായ കുടിക്കാൻ വന്നിട്ടുള്ളത് ഇതെങ്ങനെയാ വെച്ചാൽ സാധാരണ നമ്മളൊരു റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് അവിടെ നമ്മുടെ റൂമിലോ മറ്റോ നമുക്ക് സർവീസ്. ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഉണ്ടോ, ഇതൊരു ചായക്കടയാണ്. വെച്ചാൽ ഇവരുടെ ഈ ഒരു റിസോർട്ടിൻ്റെ ഇവരുടെ പ്രോപ്പർട്ടിയിലുള്ള ചായക്കട. ഇവിടെ ചെറിയൊരു ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇപ്പോൾ നമ്മുടെ റിസപ്ഷൻ ഏകദേശം ഒരു 100-150 മീറ്റർ ദൂരത്തിലാണ് ഈ ചായക്കട വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാടൻ വിഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും. നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ എടുത്ത് കുടിക്കാം. ക്യാഷറോ ഒന്നുമില്ല കേട്ടോ, അതൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ഫ്രീ ആണ്. പിന്നെ വേറെ കാര്യം, ഇവിടേക്ക് വരാൻ വേണ്ടി നമുക്ക് 24 hours അല്ല, ഇവിടെ ഡ്യൂട്ടി ടൈമിൽ ഫുൾ ടൈം ഇവർക്ക് ജീപ്പ് സർവീസില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടേ, നമ്മളിപ്പം നമ്മുടെ നാട്ടും പുറത്ത് ഒരു കവലയിൽ ഇരുന്നിട്ട് ആ ഒരു ഫീലാട്ടോ. ഇവിടെ വയസ്സന്മാരില്ല, കുറേ യുവാക്കന്മാരുണ്ട്, അതിന് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു വക്കോടിയും ചായയൊക്കെ തന്ന് ഇങ്ങനെ വക്കോട്ട് ഫീൽ ചെയ്തിരിക്കാൻ നല്ല രസമാണ്. ഞാനീ പറഞ്ഞ ജീപ്പ് ഉണ്ടോ, ഇവിടെ ഒരുപാട് ജീപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാണ്. പിന്നെ സാധാരണ നമ്മൾ കാണുന്ന റിസോർട്ട്സൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊരു പെർട്ടിക്കുലർ സ്ഥലത്ത് അടുപ്പിച്ചെടുക്കുന്ന റൂംസ് അല്ലേ. പക്ഷെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് പല സ്ഥലങ്ങളിലായിട്ട് ദൂരങ്ങളിലായിട്ടാണ് റൂമുകൾ വരുന്നത്. അപ്പം എല്ലാ ഗസ്റ്റുകൾക്കും നടന്നിട്ട് അവിടെ ഇവിടെ പോകാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഒരു വണ്ടി അറേഞ്ച് ചെയ്തത്. ശരിക്കും ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഒരു ഫുള്ള് വെറൈറ്റി ആയിരുന്നു. ഇവിടെ പാട്ട് കൊടുക്കുന്നുണ്ടോ, നമ്മളോട് ഇവിടെ പാടിക്കവാ. പുള്ളി ആയിട്ട് ഷെഫാണ്, പുള്ളിയാണ് ഉള്ളിയോടെ ഒക്കെ ഉണ്ടാക്കുന്നത്. ഹായ് പറഞ്ഞ വീഡിയോയില് ഹായ് പറഞ്ഞ വീഡിയോയില്. അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നല്ലൊരു പോസിറ്റീവ്. മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ കവറേജ് കിട്ടില്ല. ഇതിപ്പം എവിടെ കിട്ടാത്ത സാധനം കിട്ടുന്നൊരു മൊബൈലുണ്ട്. പക്ഷേ ഇതിൽ വരെ നമുക്ക് ഇവിടെ കവറേജ് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സ്വസ്ഥം സമാധാനം ചായ പരിപ്പൂട. നിങ്ങളിപ്പോൾ വണ്ടി എടുത്ത് വന്നാലും നിങ്ങൾ ഇതിനകത്തൊക്കെ എൻട്രി ഉണ്ടാവില്ല. 4 വീലർ എടുത്തിന് അവിടെ ഒരു എൻട്രി ഉണ്ടാവും. അതിപ്പോൾ നിങ്ങൾ ഓഫ് റോഡ് വണ്ടിയാണെങ്കിൽ 4x4 വാട്ടവർ അവിടെ നിങ്ങൾക്കൊരു പാർക്കിംഗ് ഉണ്ട്, അവിടെ വണ്ടി വെക്കണം. അവിടെ നിങ്ങളോട് കംപ്ലീറ്റ് ഇവരുടെ വണ്ടി ഉണ്ടാവും. ഇതിപ്പം ടു ബി ഓണസ്റ്റ് ഇവരുടെ ഡെക്കറേഷൻസിൽ കാണുമ്പോൾ നമുക്കൊരു കണ്ടില്ല
ഇപ്പോൾ നിങ്ങൾ ക്യാമറ കാണുന്നത് വേറെയാണ്, നേരിട്ട് കാണുന്നത് വേറെ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ക്യാമറയിൽ ഇപ്പോൾ നമ്മൾ നല്ല ഫ്ലാഷ് ഒക്കെ അടിച്ച് കാണുന്നത് വേറെ രസമാണ്. ഒരു സ്വിസ് ഫീൽ ഉണ്ട്, ഒരു സ്വിസ് ഫീൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഈ സ്വിസ് ബാൻഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് തേയിലത്തോട്ടം ഉണ്ടാവില്ല, അല്ലാതെ ആ ഒരു ലൈറ്റും ആ ഒരു ഫോഗും നമുക്ക് നമുക്ക് ഏതൊരു ആൽപൈൻ ആ ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇറ്റലിയിലേക്ക് പോകുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ക്ലൈമറ്റ് ഒരു ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫോഗോ പോലെ മഞ്ഞൊന്നും കിട്ടിയിട്ടില്ല. ആ ഒരു ഇതുണ്ട്. നമ്മൾ നേരത്തെ വന്ന റിസപ്ഷൻ ഇത് ഞാൻ കാണിച്ചില്ല. ഇപ്പം റിസപ്ഷൻ്റെ അവസ്ഥ എന്താണെന്നുള്ള ഞാൻ കാണിച്ചില്ല കേട്ടോ. ഇപ്പോഴും ഫോഗ് അങ്ങനെ തന്നെയാണ്. സാധാരണ കോർപ്പറേഷന് കൊതുകിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഫോഗിൻ്റെ അടിക്കൂലേ, അതുപോലെ ഇട്ടുള്ളത്. നോക്കി നിങ്ങൾ എന്ത് രസമാണെന്നറിയോ, ഒന്നും കാണുന്നില്ല. ആ കാണുന്ന വീടിൻ്റെ ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നമുക്ക് വ്യക്തമായിട്ടൊന്നും കാണും കേട്ടോ. അടിപൊളി സെറ്റപ്പാണ്. ഇവിടെ ഈ താഴിൽ ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പകൽ വന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചില്ല. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. ആദ്യമായിട്ട് കാര്യം മനസ്സിലാക്കേണ്ടത്, സാധാരണ വിദേശ ടൂറിസ്റ്റുകൾ വരുന്നിടത്താണ് ഇതുപോലെ സെറ്റപ്പ് അവർ ചെയ്യുമല്ല നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇവിടെ വിദേശ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. ഇവിടെ മലയാളികൾ തന്നെയാണ് വരുന്നത്, മലയാളികളും മറ്റ് സംസ്ഥാനക്കാരാണ് വരുന്നത്. എന്നിട്ടും അവർ ഇത്രയും സെറ്റപ്പിൽ സംഭവങ്ങളായിട്ടുണ്ട്. അടിപൊളിയായി. ഓക്കെ, നെക്സ്റ്റ് ഡേ ആണ്. മോർണിംഗ് ആണ്, സമയം രാവിലെ 10 മണി കേട്ടോ. അപ്പം രാവിലെ തന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിച്ച് സെറ്റായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു. ഫോഗ് എന്ന് വെച്ചാൽ ഫുൾ ടൈം ഫോഗ്. ഇന്നലെ വന്നത് ഈ ഒരു മമ്മിലൊരു ഫോഗാണ്. അത് ഫോറസ്റ്റാണ്. അവിടെ അവർ കമ്പിയൊക്കെ കെട്ടിയിട്ട് അവരവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇലക്ട്രിക്കലി ഷോക്കിങ് കൊടുത്ത സാധനങ്ങൾ കേട്ടോ, ആനിമൽസ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട എൻട്രൻസ്. അതുപോലെ 2 ഗുണ്ടകളുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ റീൽ കണ്ടിട്ടുണ്ടാവും. ബാവ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ പറഞ്ഞോ, പുള്ളിയാണ് നമ്മൾ റീൽസ് ഹാൻഡിൽ ചെയ്യുന്ന ക്യാമറമാൻ കേട്ടോ. ഹായ് പറഞ്ഞു, നിങ്ങൾ പരിചയപ്പെടുത്തിക്കോ. ഹായ്, എൻ്റെ പേര് പ്രമോദ്. ഞാനാണ് ഇതിൻ്റെ ക്യാമറമാൻ. ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ഷോപ്പുണ്ട്. ഷോപ്പിൻ്റെ പേര് പറഞ്ഞോ? അജന്ത സ്റ്റുഡിയോ, പന്തല്ലൂർ, അജന്ത വെഡിങ് കമ്പനി. അടിപൊളി. ഇവിടെ വരുന്ന ഒരുവിധം എല്ലാ സെലിബ്രിറ്റീസിൻ്റെയും, ഞാൻ സെലിബ്രിറ്റി എന്നാലും ഇവിടെ നിന്ന് ആക്ടേഴ്സിൻ്റെയൊക്കെ സെലിബ്രിറ്റീസിനൊക്കെ ഫോട്ടോസും വീഡിയോസ് എടുക്കട്ടെ 30 മണി. അപ്പോൾ ഇതൊക്കെ ഇന്നലെ രാത്രി ഞാൻ കാണിച്ചിരുന്നു. ഇന്നലെ ക്യാമ്പ് ഫയർ നടന്ന സ്ഥലമാണിത്. ഈ റിസപ്ഷനൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ജീപ്പ് വരുന്നുണ്ട്, നമ്മൾ പോകണു. നമ്മൾ റീലിൻ്റെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ലൊക്കേഷൻസ് പോകുന്നുണ്ട്, ഞാൻ കാണിച്ചില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് പോകാനുള്ള ജീപ്പ് എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ മെയിനായിട്ട് എങ്ങനെയാ ചില ഗസ്റ്റുകൾക്ക് പോകാൻ ഇവിടെ ജീപ്പാണ്. കാരണം സാധാരണ നമ്മൾ റിസോർട്ട് എന്ന് പറയുമ്പം നമ്മൾ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ കോമ്പൗണ്ടിനുള്ളിലായിരിക്കും. പക്ഷേ ഇത് അതല്ല, ഇത് ഒരുപാട് സ്ഥലങ്ങളിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നടന്നിട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഇല്ല. പിന്നെ ഇവിടെ 6 മണിക്ക് ശേഷം നടക്കാനുള്ള പെർമിഷൻ കൊടുക്കില്ല. പാമ്പുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് എന്ന് പറയുന്നത്. പിന്നെ വൈൽഡ് ആനിമൽസിൻ്റെ ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇവർ 6 മണിക്ക് ശേഷം ആരും ഇങ്ങോട്ട് കയറ്റും ചെയ്യണം. നമ്മളെ ഈ ജുറാസിക് പാർക്ക് കണ്ടിട്ടുണ്ടോ മൂവി? അതിൽ കാണുന്നില്ല വലിയ ഗേറ്റ്, അങ്ങനെ ഇവിടെ 2-3 ഗേറ്റൊക്കെ ഉണ്ട്. അത് കടന്നിട്ട് മാത്രമേ പ്രമേസിനുള്ളിൽ കയറാൻ പറ്റൂ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, 100 ഏക്കറിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കേട്ടോ. ഇവരെ ഞാൻ കൊണ്ടുവന്നത് വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. ഞാൻ കഷ്ടപ്പെട്ട് അരീക്കോട് നിറക്കിയതാണ് 3 ആൾക്കാർ. അത് ഒരു 1 മില്യൺ ആയിട്ടില്ലെങ്കിൽ പടച്ചോനാണ് ഞാൻ ഇവരെ തല്ലും. ഇവരെ അഭിനയത്തിന്റെ മോശം കൊണ്ടൊക്കെ മിക്കവാറും എൻ്റെ റീല് 1 മില്യൺ കയറാണ്. എന്തായാലും അഭിനയിക്കാൻ അറിയാത്ത 3 എണ്ണത്തിന് അരീക്കോട് ഇറക്കിയിട്ട് അല്ലല്ല ഓണാന്ന് ഞങ്ങൾ ചെയ്തോടത്തോളം വീഡിയോ 3 മില്യൺ മിനിമം. വീഡിയോ അല്ല, അത് ഏത് സൈറ്റിലുള്ളത് അത് നമുക്ക് കാണണല്ലോ. അല്ല, അത് ഏത് സൈറ്റിലുള്ളത് 3 മില്യൺ വീഡിയോ. സോ ഇതാണ് വഴി. പോകുന്ന വഴിക്കൊക്കെ ഇവിടെയൊക്കെ കോട്ടേഴ്സുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ഫോറസ്റ്റ് ആണ്. ആ കാണുന്ന അവിടെയൊക്കെ ഫോറസ്റ്റ് ആണ്. രാത്രി ഇതിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഒരു യൂറോപ്പ് ഫീലാണ്. ഈ റാന്തൽ ലൈറ്റൊക്കെ കത്തിച്ചിട്ട് നല്ല രസം കേട്ടോ. ഇതല്ല, നമുക്ക് അവിടെ പോകണല്ലോ. പോവാ ബ്രോ, അവിടെ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം നമുക്ക്. ഓക്കെ, ബ്രിഡ്ജിൻ്റെയൊക്കെ പൈസ കൊടുത്താൽ ഞാനാക്കി തരണം എനിക്ക്. വിളിക്കുന്ന കുറച്ച് പോലെ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത് നല്ല അടിപൊളി നല്ല കിഡിലോസ്കി വ്യൂ ആട്ടോ. ഒരു രക്ഷത വ്യൂ ആണ്. പിന്നെ ഇപ്പം നല്ല മഴയും സാധനങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ സെറ്റാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്?
ഇതൊക്കെ റൂംസാണ്. ഈ കാണുന്ന കാര്യമൊക്കെ റൂംസാണ്, കണ്ടില്ലേ? ഇതിലേക്കൂടെ നമുക്ക് വാക്കിംഗ് വേ ഉണ്ടോ. നമ്മൾ ഇത്രയും സംഭവങ്ങൾ കയറി വന്നിട്ട് നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഇതൊരു ഫീലാട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ആക്ച്വലി ആ ഒരു റിസപ്ഷൻ്റെ അടുത്തുള്ള റൂമാണ്. പക്ഷേങ്കിൽ ഇവർ താമസിക്കുന്നത് മുഴുവൻ ബെസ്റ്റ്. ഇതൊക്കെ ഫോറസ്റ്റാണ്. ചിലപ്പോൾ ഇവിടെ പുലി വരാം, ചിലപ്പോൾ ആന വരാം, എന്ത് വേണമെങ്കിൽ വരാം. നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ജുറാസിക് പാർക്ക് മൂവി, അതാണ് എനിക്ക് ഇവിടെ വരുമ്പോൾ ഫീൽ ആവുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടി കേട്ടോ. വെറുതെ വരുന്നില്ല. ഇതെന്ത് തോന്നി ഞങ്ങൾക്ക് പ്രോപ്പർട്ടി എന്ത് തോന്നുന്നു? നിങ്ങൾ ഇതുവരെയായിട്ട് ഇങ്ങനത്തെ പ്രോപ്പർട്ടി ഉണ്ടോ ഇത് തോന്നുന്നുണ്ടോ? ഞാൻ ഇപ്പൊ ഇവരിത് തുടങ്ങിയിട്ട് എത്ര 13 വർഷമായി. ഇങ്ങനത്തെ സംഭവം മലപ്പുറം ജില്ലക്കാരൻ അറിയില്ല കേട്ടോ മലപ്പുറത്ത് ഇങ്ങനെ സാധനം ഉണ്ടെന്ന്. അത് ഇതൊരു ലക്ഷൂറിയസ് റിസോർട്ടാണ്. ഇവർ മെയിൻ ക്ലയൻസ് ഒക്കെ വരുന്നത് നോർത്ത് നിന്നൊക്കെയാണ് ഇവിടെ ക്ലയൻസ് വരുന്നത്. മലയാളികൾ ഇവിടെ കുറവാണ് എനിക്ക് തോന്നുന്നു. ഉണ്ട്, പക്ഷെ എന്തായാലും കുറവാണ്. ഇപ്പം നോർത്ത് ഇന്ത്യന്നാണ് ഇങ്ങോട്ട് ക്ലയൻസ് വരുന്നത്. ഇങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് പോണോ? അവിടെ പോണോ? വാ. ഇവിടെ ഇന്നലെ രാത്രി പടക്കമൊക്കെ പൊട്ടിച്ചിരുന്നല്ലോ വൈൽഡ് ആനിമൽസ് ഉള്ളത് കൊണ്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണ്. കുറേ കാലത്തിന് ശേഷമാണ് എനിക്ക് ഈ ഒരു വൈബ് വ്ളോഗ് ചെയ്യാൻ ഓപ്ഷൻ കിട്ടുന്നത് കേട്ടോ. ഇത് നിങ്ങൾ നോക്കി ഇവിടുന്ന് ജുറാസിക് പാർക്ക് തന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് അക്കരെ കാണാൻ പറ്റില്ല കേട്ടോ. അത്രയും സൂപ്പർ സംഭവം ഇത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്കാണ് പോണത്. ഇവിടെ നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഞാൻ ഇവിടെ വരുമ്പോൾ ഇടാൻ വേണ്ടി നല്ല ബ്യൂട്ടിഫുൾ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു മഴയത്ത് ഞാൻ നല്ല ഡ്രസ്സ് ഇട്ട് കാര്യമില്ലെന്ന് കണ്ടപ്പം ഞാൻ നല്ല ഡ്രസ്സൊക്കെ തട്ടി. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സിലാട്ടി പോകുന്നത്. സോ അമേസിങ്. ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന ആൾക്കാർ ഇവരൊന്നും പെയ്ഡ് ആക്ടേഴ്സ് അല്ല. ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ ജെന്യൂനാണ്. ഞാൻ ഇന്നലെ നവാഫിനെ വിളിച്ചപ്പോൾ നവാഫ് നീ വന്നാൽ 100% നീ ഫാമിലി ആയിട്ട് ഇവിടെ വരും എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇവൻ അന്നേരം വലിയ കാര്യം എടുത്തിട്ടില്ല. ഇവിടെ കണ്ടില്ല. ഇവിടെ മെയിനായിട്ട് പിന്നെ വേറെ കാര്യമുണ്ട്. ഇവന്മാർ വന്ന് 10 മണിക്കാണ്. 6 മണിക്ക് ശേഷം ഗേറ്റ് ഓപ്പൺ ആക്കില്ല വന്നിട്ട്. കാരണം ഈ ഗേറ്റിൻ്റെ പുറത്ത് ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അവിടെ വൈൽഡ് ആനിമൽസ് ഒരുപാടുണ്ട്. ഇവിടെ ലെപ്പാർഡ്, അതുപോലെ തന്നെ ആനകളൊക്കെ ഒരുപാട്. ആന വിഷയമില്ല, ആന അങ്ങനെ ഉപദ്രവകാരമല്ല എനിക്ക് തോന്നുന്നു. പക്ഷേങ്കിൽ ലെപ്പാർഡ്സിൻ്റെ ചീറ്റപ്പുലിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് പ്രശ്നം. ചീറ്റപ്പുലില്ല, പുള്ളിപ്പുലി ട്രോൾ കേൾക്കാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് രാത്രി ഇവർ ആൾക്കാർ വീടാണ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലെ എന്തോ ആരുടെയോ ഭായം കൊണ്ട് ഇവർ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇവരോട് എത്തിപ്പറ്റി. അതാണ് പറയാനുള്ളത്. ഇതൊക്കെ എൻ്റെ ക്രൂ ഉണ്ടോ, 3 ക്യാമറ, 3 അസിസ്റ്റൻറ്റ്. പ്ലീസ് ഒന്ന് ചൊറിഞ്ഞു തരൂ. അസിസ്റ്റൻറ്റ് പ്ലീസ് ഒന്ന് ചൊറിഞ്ഞു തരൂ. ഇതൊക്കെ ക്വാർട്ടേഴ്സിലാണ് ഈ കാണുന്നത്. പോകുന്ന വഴിക്കലും കാണുന്നില്ല, ഇതെല്ലാം ക്വാർട്ടേഴ്സിലാണ്. വീഴരുത്, കുണ്ടി അടിച്ചു പോവും. നോക്കി കണ്ട് നടന്നാൽ മതി. അപ്പോൾ ഇതാണ് ഇവരുടെ സ്വിമ്മിംഗ് പൂള്. നിങ്ങൾ ഇവിടെ വന്നാൽ 100% സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കില്ല. എന്താ അറിയാം, നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ ടൈം ഉണ്ടാവില്ല. അത്രയും ആക്ടിവിറ്റീസ് ഇവിടെ ഉള്ളത്. സ്വിമ്മിംഗ് പൂൾ നോക്കിയാൽ ഇവിടെ empty ആയാലുള്ള കാരണം എന്ന് വെച്ചാൽ താഴെയിലൊക്കെ നല്ല കുളങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം സ്വിമ്മിംഗ് പൂൾ നമുക്ക് എല്ലാ റിസോർട്ടിലും പോയി നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ കിട്ടുന്ന ഈ കുളങ്ങളും കാര്യങ്ങളും നമുക്ക് എവിടെയും കിട്ടില്ല കേട്ടോ. അതാണ്. താഴെ എന്താണ് വ്യൂ ഉള്ളത്? തേയില വ്യൂ. ഓക്കെ. പിന്നെ അവിടെ ഒരു കുളം ഉണ്ടല്ലോ. അവിടെ ഒരു ചെറിയ കുളമുണ്ട്, നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. അടിപൊളി. നീ ശ്രദ്ധിച്ചോ, സ്വിമ്മിംഗ് പൂൾ ആള് ഉണ്ടാവില്ല. ഇവിടെ ആളുണ്ടാവേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് ആക്ച്വലി കേരളമാണ്, മലപ്പുറമാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ തമിഴ്നാട് വഴി കറങ്ങി വരണം കേട്ടോ. അതാണ് അതിൻ്റെ മെയിൻ ഇത്. ഒരു അമേസിങ് എക്സ്പീരിയൻസ്. ഐ ആം സോ ത്രിൽഡ്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്, സീരിയസ്ലി. അവിടെയാണ് പൂൾ വരുന്നത്. പൂളിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ താഴെ വന്നു കയറും. ഇവിടെ നമുക്ക് വലിയൊരു പോണ്ടുണ്ട്, ഒരു കുളമുണ്ട്. ഈ കുളത്തിൻ്റെ പക്കത്തായിട്ട് ഇവിടെ നമുക്ക് വേറൊരു സംഭവമുണ്ട്. ഇതൊരു ചായക്കടയാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോൾ കാണിച്ചിരുന്നു ആ ഒരു ചായക്കട. ഇത് കണ്ടില്ലേ? ഇവിടെ നമുക്ക് ഒന്നും കൂടി പറയാം. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളും ചായയും പരിപ്പൊടിയും പഴംപൊരിയും അതും ഇതൊക്കെ ഒരുപാട് സാധനങ്ങൾ കിട്ടും. അതിനൊരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്, ആ ടൈമിൽ തന്നെ വേണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നിട്ട് കഴിച്ചിരുന്നു. നല്ല സെറ്റപ്പായിരുന്നു. ഇതാണ് പോണ്ട്. ഇവിടെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഇവരെ പോലെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് ഒരു സിഗരറ്റൊക്കെ വലിച്ച് അല്ല അങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങൾ. ഒരിക്കലും പറഞ്ഞറിയാനില്ല, വന്ന് അനുഭവിക്കാനാണ്, ഫീൽ ചെയ്യാനാണ്. ഇതാണ്.
പിന്നെ ഇവിടെയൊക്കെ ആന വരുന്നുണ്ട് കേട്ടോ. ഇത് എക്സാക്ട്ലി ആനകൾ വരുന്നൊരു സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ ആനകളെ നമുക്ക് ഇത്ര അടുത്ത് കാണാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്നിട്ട്. ഇതിപ്പം ഇത് നമുക്ക് തൊടാൻ പറ്റില്ല, കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപായം. ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്ത് ഇലക്ട്രിക് കേട്ടോ. തൊട്ടാൽ നമുക്ക് ഷോക്ക് അടിക്കും. അപ്പുറത്തെ സാധനം ഇലക്ട്രിക്കാണ്, അതിന് തൊട്ടാൽ നമുക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇവിടെ വന്നിട്ട് ഇത് തൊടാതിരിക്കും. ആലോചിച്ചൊക്കെ അല്ലേ, വളരെ ലൈവായിട്ട് ഒരു നാട്ടിലൊക്കെ കവല പോലത്തെ ഒരു ചായക്കട. ആ ചായക്കടയിൽ നിന്ന് ചായയും പരിപ്പോടിയെല്ലാം വാങ്ങിയിട്ട് തിന്നുമ്പോൾ ഇവിടെ ആന. എന്താ ഫീല്? അടിപൊളിയല്ലേ? അതാണ് പറയുന്നത്, ആ ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്, വേറെ എവിടെയും കിട്ടാത്തൊരു ഫീല്. സോ ഇവിടെ നമുക്ക് ആക്ടിവിറ്റീസുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ കുഞ്ഞു മക്കൾക്കെല്ലാം പറ്റിയ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് ചെറിയൊരു പോണ്ടാണ്. പിന്നെ ഇതിൻ്റെ വെള്ളം എന്ന് പറയുന്നത് നാച്ചുറൽ വാട്ടർ, കാടിനുള്ളിൽ കാണുന്ന നാച്ചുറൽ വാട്ടർ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കലക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ മുകളിലുണ്ട് പിള്ളേർക്ക് നടക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ലൊരു പാർക്കിംഗ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇനി ഫുട്ബോൾ കളിക്കണം, ക്രിക്കറ്റ് കളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ഷട്ടിൽ ബേറ്റ് കളിക്കണം എന്നൊക്കെ അതുണ്ട്. ആക്ടിവിറ്റീസ് നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ അതാണ് കിഡ്സ് പാർക്ക് ആ ഏരിയയിലുണ്ട്. അപ്പം ഒരു 100 ഏക്കേഴ്സിൻ്റെ ഉള്ളിലുള്ള ആക്ടിവിറ്റീസ്, ഒരുപാട് കാഴ്ചകളും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് അമ്പയ്യാനാണ്, ആർട്ടിലറി അമ്പയ്യാണ് പോകണം. നോക്കാം നമുക്ക്. ഒരാളെൻ്റെ മുകളിൽ കയറിയതാണ്, ഇപ്പോൾ ശശിയായിട്ട് താഴേക്ക് വരുന്നുണ്ട്. ഇതേ കൂടി പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഇവിടെ സെക്യൂരിറ്റി റോപ്പ് ഉണ്ട് മേലിൽ. അവർ ബോഡി റോപ്പ് കൊടുത്തിട്ട് മാത്രമേ ഇതിനോട് കയറാൻ പറ്റൂ, കാരണം വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഭയങ്കര ത്രില്ലിംഗ് ആണ്. സേഫ്റ്റി ഇല്ലാത്തൊരു പരിപാടിക്ക് വരെ നിൽക്കുന്നില്ല. ഇപ്പം നിങ്ങളിവിടെ കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റികൾ ചെയ്യുമ്പം എങ്ങനെ അതെ എൻ്റെ കുട്ടികളാട്ടോ. അപ്പോൾ കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ ഇവിടെ ഈ ഒരു പാർക്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കളിക്കാനൊക്കെ ആക്കിയിട്ട് നമുക്ക് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇവിടെ സേഫാണ്, മാറ്റൊക്കെ കിട്ടുന്ന നിലത്ത്. അതുകൊണ്ട് തന്നെ വീണാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കുഞ്ഞു മക്കൾ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. കുഞ്ഞു മക്കൾ ഒന്ന് സീസ കളിച്ച് നോക്കട്ടെ. ഇതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, ബാവക്ക് പറ്റൂ. അതൊന്നല്ല അയ്യോ, ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു മക്കൾ കളിക്കാൻ. ആരാണ് വെയിറ്റ് എന്നില്ല എൻ്റെ ഇതിലുണ്ട് അവരുള്ളത്. നമുക്ക് ഒരുപാട് സെറ്റപ്പ് വേണ്ടത്. അവിടെ കുട്ടികളെ ഇത് അമ്പെയ്ത്ത് മത്സരങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു കേട്ടോ, അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലാ സമയത്തും ഈ ഒരു ഫോഗ് ഉണ്ടാവേ, സീസണൽ മാത്രമല്ല. പിന്നെ ഇപ്പം ഞാൻ വന്നിട്ട് എനിക്ക് വ്യക്തമായിട്ട് ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല, ഫോഗ് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അതൊരു രസമാണ്. ഇതാണ് ആർട്ടിലറി ഉള്ളത്. ഞാൻ ചെയ്യാൻ നോക്കുമ്പോൾ ഭയങ്കര ഉപദേശിച്ചായിരുന്നു, ഭയങ്കര സംഭവമാണ്. സൗദിയിൽ എന്താ പറയുക, സൗദി രാജാവ് സ്പെഷ്യലായിട്ട് കൊണ്ടുപോയെന്നുള്ളത്. ഞാൻ ചോപ്പിൽ എത്തിച്ചിന്, ഓൻ അതുപോലെ എത്തിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ആർക്കിനടുത്ത് ഓപ്പർച്യൂണിറ്റി അവർക്ക് അടുത്ത ചാൻസ് ഉണ്ട്. ഏതേ ഒറ്റ ഷോട്ടിൽ കിട്ടൂല, ആണയാടെ കൊണ്ടേ കുത്തിയേക്കാം. ഇതിൽ നീ അടിച്ചില്ല, ഞാൻ നിനക്ക് എന്താ ഓടിച്ചിട്ടോ, എന്താ ഓടിച്ചെടുക്കും എനിക്ക്. ഇനി ഒറ്റകത്ത് ഫാമിലിയെ ലാസ്റ്റ് തലമുറയിൽ അമ്പെയ്ത്തുകാരെ ചെയ്യാണ് കാണിച്ചത്. ഇവര് പണ്ട് കാലത്ത് ഇങ്ങോട്ട് വരുമോ നോക്കാട്ടോ എന്താണെന്നുള്ളത്. വലിയ പ്രതീക്ഷയിലാണുള്ളത് ഞങ്ങൾ കാണികൾ. നോക്കാം. പിടുത്തത്തിന് പൈസ കൊടുക്കണേ. പക്ഷെ അങ്ങനെയല്ല. യെസ്, അങ്ങനെ രണ്ടുപേരിൽ മാത്രം ആ സ്ട്രിങ് മാത്രം യൂസ് ചെയ്യുന്നു. മിക്കവാറും കൈ പോകുന്നതായിരിക്കും ഗായ്സ്. നെറ്റ് മാത്രം വലിച്ചാൽ മനസ്സിലായി. ഇപ്പൊ നീ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് മനസ്സിലായി. ആ സ്ട്രിങ്ങിനോട് ലോക്കേറ്റ് സ്ട്രിങ് മാത്രം വലിക്കുക. അങ്ങനെ 568 പ്രാവശ്യം എയിമേറ്റ് ഒരെണ്ണം കൊണ്ടിട്ടുണ്ട്. അതിന്റെ അഹങ്കാരവും കാണിക്കുന്നുണ്ട്. ഇല്ല എവിടെ കൊണ്ടത്, അമ്പിനും കൊണ്ടത്. ബാഹുബലി നമുക്ക് അടുത്ത ആക്ടിവിറ്റി സമയമില്ല. ഇനിയെന്താ ഉള്ളതാ? ഫുട്ബോൾ, ക്രിക്കറ്റ് അതുണ്ട്. നിങ്ങൾ മൈക്കട വെച്ചോ, മൈക്ക് നനയാണ്ട് പിടിച്ചോ. ഇവൻ മാസ്റ്റർ ഒന്നല്ല, ഇവനിപ്പോ ഒരു ക്യാരക്ടർ പറഞ്ഞുതരാം. ഇവൻ കുറച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ഓക്കെ, രാത്രി ഇപ്പൊ ഇവിടെ വില്ലിംഗ് മാസ്റ്റർ ആണ്. അവിടെ കിഡ്സിന്റെ അവിടെ ഉണ്ടാവും. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവൻ DJ ആണ്. ഇവനാണ് ഇവിടെ. രാത്രിയിൽ ഫയറിന്റെ DJ. എന്റെ പേരെന്താ? DJ വൈഷ്ണവ്. കോഴിക്കോട്ടുകാരൻ DJ വൈഷ്ണവ് ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറട്ടോ. ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും ഓൾ ഇൻ ഓൾ ആണ്. ഇപ്പൊ രാവിലെ ഷെഫിന്റെ അടുത്ത് പോയാലും ഞാൻ കണ്ടു, രാത്രിക്കും ഉച്ചക്കും രാവിലെ ഒക്കെ
അടിപൊളി. ഇളകിയപ്പോഴാണ് മനസ്സിലായത്. ഇത് ഇവരുടെ ഇൻഡോർ ഗെയിംസ് ആണ്. ഇവിടെ നമുക്ക് ഒരു ഫുട്ബോൾ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ക്യാരം ബോർഡ് അവിടെ ഉണ്ട്, പിന്നെ ടേബിൾ ടെന്നീസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചെസ്സും ലുഡോ സുഡോക്കും അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സ്നൂക്കർ ടേബിളും ഉണ്ട്. അപ്പം പുറമേ നല്ല മഴയുണ്ടെങ്കിൽ പുറത്ത് കളിക്കാനൊക്കെ കുറച്ചുകൂടെ ആൾക്കാരാണെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് കളിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏരിയ ആണെങ്കിൽ ഒരു നല്ലൊരു വുഡനിലാണ് ഫ്രെയിമിലാണ് മൊത്തം തീർത്തിട്ടുള്ളത്. നല്ല സെറ്റപ്പാണ്. ഇവരെന്തെങ്കിലും ചെയ്യാൻ നോക്കാം. ഞാനും ഇവരും തമ്മിലുള്ള പമ്പിച്ച മത്സരത്തിലാണ്. എന്താ പറയുക, ഇവർ അമ്പയത്തിലാവും പരാജയപ്പെട്ടു. ഗൈസ് ഇവിടെ പിന്നെ ഇത് നല്ല നനവുണ്ട് ബോള്, അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ സാധനം തരില്ല. പിന്നെ എൻ്റെ ബോൾ ഇതാണ് എൻ്റെ ബോള്. ഞാൻ പണ്ടേ ഞാൻ പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ പുല്ലാണ് ഗൈസ്. ഞാൻ അവനവിടെ ലോക്കിട്ട് കൊടുത്താണ്. കാര്യമില്ല മോനെ, വേണ്ട മോനെ, വേണ്ട മോനെ. അപ്പൊ ശരി, അപ്പൊ ശരി. പിന്നെ എന്റെ മികച്ച പ്രകടനങ്ങൾ കാണണ്ട, പിന്നെ കാണാം കേട്ടോ. ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ, ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. നമുക്ക് ആകെ ആയിരുന്നു കളിക്കാൻ അറിയുന്ന കളി ക്യാരം ബോർഡ് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കളിച്ചുകൊണ്ടാണ്. പിന്നെ എന്താ പറയുക, നോക്കാം ഇതിൽ ചന്തുവിനെ തോപ്പിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്, പോവാം. എല്ലാവരും ഫോൺ എടുത്ത് എൻ്റെ നോക്കിയ ഫോൺ എടുക്കാൻ വിട്ടു പോരെ. അല്ല കുഴപ്പമില്ല, ഞങ്ങളെ ചില ആൾക്കാർ വന്നാൽ മഴവെന്ന് പറയുന്നില്ല അതുപോലെ ഇപ്പൊ ഉള്ളത്. അതും മാറ്റി കേട്ടോ, അതും മാറ്റിട്ട് കുറ്റം പറയാൻ പറ്റും വിടുന്നില്ല. ഓ എൻ്റെ മോനെ, ഇനി നമ്മള് ഫുഡിയാണ്. 1 മണിയായിടും. അപ്പൊ ഇവര് പോവാട്ടോ, ഇവരൊക്കെ യാത്രയാവുകയാണ്. പിന്നെ ഞാനിപ്പോൾ സമയം ഇപ്പോൾ 2:30 മണി, 5 മണിക്കുള്ളിൽ ഇറങ്ങണം. അപ്പം അല്ലെങ്കിൽ എന്താ പറയുക, ബൈക്ക് എടുത്ത് പോക്ക് റിസ്ക് ആണെന്നൊരു പറയുന്നുണ്ട്. അപ്പം ഇവരോട് ടാറ്റ പറയട്ടെ. കവറിൽ എന്തൊക്കെ സാധനങ്ങൾ, എന്താണ് കവറിൽ? ഡ്രസ്സ്, നനഞ്ഞ ഡ്രസ്സ്, അത് കുറച്ച് ഫ്രൂട്ട്സ് എന്താണ്. ആ ഇവിടെ ഞാൻ പറ്റില്ല, മാങ്ങയാണ് കേട്ടോ ഇവിടെ മെയിൻ. ജസ്റ്റ് കാണിച്ചിരുന്നു. ആ കവർ എനിക്ക് വേണ്ട കവറ്. ലോണ്ടറി ബാഗ് എൻ്റെ റൂമിലുണ്ടല്ലോ. ആ ലോണ്ടറി ബാഗ് മുക്കിപ്പോയി. ഷൂ അവിടെ ഉണങ്ങായിട്ടുണ്ട്. ശരി, ഇവിടെ ഇവരോട് ടാറ്റ പറയട്ടെ.